ഹായ് ഓൾ. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പ് അർമേനിയയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ജോലി കിട്ടാനുള്ള അവസ്ഥയും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു ചെറിയ വീഡിയോസ് ആയിരുന്നു. കണ്ടിട്ടുള്ളവർക്കറിയാം, നല്ലവണ്ണം എനിക്ക് തോന്നുന്നത് അത് റീച്ചായിട്ടുണ്ട് ഒരുവിധം. അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് എന്തു പറയുന്ന അവരുടെ കാശ് നഷ്ടപ്പെടാതെ ഒരുവിധം എല്ലാവർക്കും ആ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇത് അന്ന് ഒരു എന്തു പറയുക, അവിടെ നിന്ന് ഒരു സ്ട്രഗിൾ ചെയ്ത ആ ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബേസിൽ മാത്രം ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇപ്പം അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അർമേനിയയ്ക്ക് ആൾക്കാർ പോകുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ വാസ്തവം. അത്രയും ഭീമാകാരമായ തുക അല്ലെങ്കിൽ പോലും ഏകദേശം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ മേടിച്ച് ഒക്കെ ഏജൻറ്റുമാർ ഇപ്പോഴും ആൾക്കാരെ വിടുന്നുണ്ട്. അപ്പം അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമേനിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. വളരെ ചെറിയൊരു കൺട്രിയാണ്. അത് ആക്ച്വലി അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിൽക്കുന്നൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു യൂറോപ്യൻ, അതായത് ഷെങ്കൻ ബേസ്ഡ് വരുന്നതല്ല. യൂറോപ്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ അതൊരു ഷെങ്കൻ ബേസ്ഡ് അല്ല. ഇതൊന്നും പറയാനല്ല ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തത്. കാര്യം ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 ഇയർ പുറത്തായിട്ടുണ്ട്. ആ സമയത്തും ഈ പറഞ്ഞ കണക്ക് വളരെ കുറച്ച് ചുരുക്കം മലയാളികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഈ അടുത്ത കാലത്ത് മരണപ്പെടുകയുണ്ടായി. അതും അർമേനിയ വെച്ചായിരുന്നു. പുള്ളി അവിടെ ഒരു ചെറിയ ഫാക്ടറിയിൽ ഒരു നാട്ടിലെ ഏകദേശം ഒരു 10-15,000 രൂപയ്ക്ക് പുള്ളിയുടെ സ്ട്രഗ്ലിങ്ങും കാരണം കൊണ്ട് തന്നെ പുള്ളി അവിടെ പിടിച്ച് നിന്ന് പോയതാണ്. 15 രൂപയ്ക്ക് ജോലി നോക്കി വരികയായിരുന്നു. അപ്പം പുള്ളിയായിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ടായിരുന്നു, നിരന്തരമായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ഫ്യൂ മന്ത്സ് മുമ്പ് പുള്ളി മരണപ്പെട്ടെന്നിങ്ങനെ നടന്നു. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. കാര്യം പുള്ളി അവിടെ മരണപ്പെട്ട സമയത്ത് പുള്ളിക്ക് അവിടെ നിന്ന് ബോഡി, അതായത് പുള്ളിയുടെ ബോഡി ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി, നാട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി ഏകദേശം 6 ലക്ഷം രൂപ അവരുടെ ഫാമിലിക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാര്യം ഇന്ത്യൻസ്, നമ്മൾ പോകുന്ന ഇന്ത്യൻസ് എല്ലാം ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യം, ഒരിക്കലും നിങ്ങൾ അവിടെ ഒരു ജോബ് വിസയിലല്ല പോകുന്നത്, വിസിറ്റിംഗ് വിസയാണ്. വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ആ രാജ്യത്ത് നിങ്ങൾ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഈ സുഹൃത്ത് മരണപ്പെട്ട സമയത്തും പുള്ളിയുടെ ബോഡി അവിടെ നിന്ന് നാട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ, അതായത് മലയാളി അർമേനിയയിലുള്ള മലയാളി സമാജവും പിന്നെ ഇന്ത്യയിൽ നിന്ന് കുറേ എന്തൊക്കെയോ ആൾക്കാരൊക്കെ വിളിച്ചു നോക്കി. കാര്യം ബോഡി വിട്ട് കിട്ടുക എന്നുള്ളൊരു രീതി വെച്ചിട്ട് അത്രയും ഭീമാകാരമായ തുക കൊടുക്കാനില്ല. അത്രയും കൊടുക്കാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളവിടെ പോയി കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു സമയത്ത് അർമേനിയൻ ഗവൺമെൻറ് ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ നിങ്ങളാരും ജോബിനായിട്ട് ഇങ്ങോട്ട് ആരും ക്ഷണിച്ചിട്ടില്ല. പുള്ളി നിന്നതേ വിസിറ്റിംഗ് വിസയിലാണ്. അത് എക്സ്പയർ ആയി കാലങ്ങളായി. കാര്യം അത് എക്സ്പയർ ആയിക്കഴിഞ്ഞാലും അർമേനിയയെ സംബന്ധിച്ചിടത്തോളം വിസ എക്സ്പയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കവിടെ നിൽക്കാം. നമ്മൾ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് പോകാം. തിരിച്ച് അർമേനിയയിൽ നിന്ന് നാട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് ഏകദേശം ഒരു 10,000 രൂപ, നാട്ടിലൊരു 10,000 രൂപ നമുക്ക് ഫൈൻ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറി വരാം. അപ്പം എൻ്റെ ഈ സുഹൃത്തും ആ ഒരു ബേസ് നോക്കിയാണ് നിന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതല്ലല്ലോ ദൈവം ചിന്തിക്കുന്നത്. പുള്ളി ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അറ്റാക്കായിരുന്നു, ഹാർട്ട് അറ്റാക്കിൽ മരണപ്പെടുകയുണ്ടായി. പുള്ളിയുടെ ബോഡി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ഏകദേശം 6 ലക്ഷം രൂപയാണ് അർമേനിയൻ ഗവൺമെൻറ് അടയ്ക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോഴും അർമേനിയക്ക് പല ആൾക്കാരും ജോലിക്കായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആരോഗ്യം നമ്മളെ സമ്പത്താണെങ്കിലും നമ്മളെ ഫാമിലി ആണെങ്കിലും നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് പല രാജ്യങ്ങളിൽ പോയി ബുദ്ധിമുട്ടി നിൽക്കുന്നത്, മനസ്സിലായി? അപ്പോൾ നമ്മൾ പോലും അറിയില്ല നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, എന്താണ് സംഭവം. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മുമ്പോട്ടുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതം മൊത്തത്തിൽ അങ്ങനെ നമുക്ക് നാളെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് മാത്രം അത്യാവശ്യം നമുക്ക് ഇച്ചിരി ടേക്ക് കെയർ ഒക്കെ കിട്ടുന്ന പല കൺട്രീസും ഉണ്ട്. ഈ ഷെങ്കൻ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും, എന്നാലും കമ്പനിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തോ അപകടങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും കമ്പനി നമുക്ക് വേണ്ടി ചെറിയ എന്തെങ്കിലും ഇളവുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്യും. പക്ഷേ അർമേനിയ എന്ന് പറയുന്നൊരു രാജ്യത്തോട്ട് നിങ്ങൾ ജോലിക്കായിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. അർമേനിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടത്തില്ല. അവിടെ പോയി ഈ ഏജൻറ്റുമാർ പറയുന്നതാണ് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിസിറ്റിംഗ് മറ്റ് രാജ്യങ്ങളിലോട്ട് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് PR എടുത്ത് പെർമനന്റ് റെസിഡൻഷിപ്പ് എടുത്തിട്ട് PR എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ യൂറോപ്യൻ ഷെങ്കൻ കൺട്രീസിലോട്ട് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിലോട്ട് മാറാം. അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു 99.9%
പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഏജൻറ്റുമാരുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അർമേനിയ. ഇന്നിപ്പം നീ അവിടെ ജോലിക്ക് പോയി പെടുകയാണെങ്കിലും നാളെ നീ ഒരു ഏജൻ്റായിട്ട് മാറുക. സോ ഈ അർമേനിയ എന്ന് പറയുന്ന കൺട്രിയെ ഒരു അങ്ങ് അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ മറിച്ച് അവിടുത്തെ നമ്മളെ ഇന്ത്യൻസിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ് ഈ പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. കാര്യം നാളെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ അത്യാവശ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ആ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒന്നും അവനിക്ക് ഒരു വകയും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആളവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ആ ഇല്ലീഗലായിട്ട് നിന്ന് പോയൊരു വ്യക്തിയാണ്. നമ്മളെ സ്വന്തം അവൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിയെ നോക്കാൻ വേണ്ടി അത്രയും സ്ട്രഗിൾ. കാര്യം നമ്മുടെ നാട്ടിലെ 15,000 രൂപ 20,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇപ്പം പിന്നെയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-20 രൂപ എങ്ങനെയാലും സാലറി ആയിട്ട് കിട്ടും. ഈ 20,000 രൂപ ആയിരുന്നല്ല അവനും അവിടെ വന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപ സാലറി, 60 രൂപ 70 രൂപ സാലറി പറഞ്ഞ് വന്ന ഒരാളാണ് അവന്. 1.5 രൂപ സാലറി പറഞ്ഞെടുത്ത് കുറഞ്ഞ് 60 രൂപ സാലറിക്ക് വർക്ക് ചെയ്യാമെന്നുള്ള ബേസിൽ വന്ന ആളാണത്. പക്ഷേ ഈ പറഞ്ഞ ആളുടെ വേർപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ ത്രെറ്റൻ ചെയ്ത കാര്യം വേറൊന്നും കൊണ്ടല്ല. നാളെ ഇപ്പം അർമേനിയ നിൽക്കുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. കാര്യം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അർമേനിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഈ പറയുന്ന ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പോലും നമുക്ക് ഇവിടെ നിന്ന് എംബസിയുടെ ഭാഗത്തുനിന്ന് പോലും നമുക്ക് സംസാരിക്കാനോ ഒന്നിനും പറ്റത്തില്ല. കാര്യം ഇവിടെ നിന്ന് പോകുമ്പോഴേ ഇന്ത്യൻ എംബസി നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജോലിക്കായിട്ടാണോ പോകുന്നത്? ജോലിക്കായിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്നതിനൊക്കെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മളെ തിരിച്ച് റിട്ടേൺ അടിച്ചു വിടാനാണ് പതിവ്. അപ്പം നമ്മളെ ഏജൻറ്റുമാർ ചെയ്യുന്നത് എന്തുവാ? ഒരു കാരണവശാലും ഏജൻറ്റുമാർ നമ്മളടുത്ത് പറയും എയർപോർട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വിസിറ്റിങ്ങിന് പോവുക. ഏതെങ്കിലും ഒരു ഏജൻറ്റ് നിങ്ങളെ വർക്ക് പെർമിറ്റിനാണ്, അതായത് വർക്കിനായിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ എയർപോർട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിനായിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് പോവാം. കാര്യം നിങ്ങളൊരു വർക്ക് പെർമിറ്റിലായിരിക്കും പോകുന്നത്. ആ വർക്ക് പെർമിറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കിട്ടും. നേരെ മറിച്ച് നമ്മളൊരു കൺട്രി വിസിറ്റ് ചെയ്യാൻ പോയി അവിടെ നിന്നുകൊണ്ട് അവരത് പിന്നെ PR ആക്കിത്തരാം CR ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഇതൊരു ബിവെയറായിട്ട് എടുക്കുക, ഒരു ബിവെയറിങ് വീഡിയോ ആയിട്ട് എടുക്കുക. നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും അർമേനിയയിൽ ഉണ്ടെങ്കിലും ഇനി പോകാൻ നിൽക്കുന്നവരാണെങ്കിലും അവരിലേക്ക് എത്തിക്കുക മാക്സിമം. കാര്യം നമുക്കൊരു രീതിയിലും യൂസ്ഫുള്ളായിട്ടുള്ള, അതായത് വർക്കേഴ്സിന് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ലോ കോസ്റ്റ് ഫീസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് പഠിച്ചിറങ്ങി വരാം. സോ അതാലോചിക്കാം. കുറച്ച് നാളായിട്ട് നിങ്ങളുടെ ഇത് പറയണം എന്നുള്ളൊരു സംഭവം, ഈ വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇത് അറിഞ്ഞപ്പം. പിന്നെ ഇത് ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾ മാക്സിമം പറഞ്ഞ് അവരുടെ മാക്സിമം നാട്ടിലോട്ട് തന്നെ തിരിച്ചു വിളിക്കുക. അതല്ലെങ്കിൽ കുറച്ച് ഫണ്ടും കൂടി ഇട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിൽ, ഇന്ത്യയിൽ നിന്ന് തന്നെ വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് പോകാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും അർമേനിയ എന്ന് പറയുന്നൊരു കൺട്രിയിലോട്ട് ജോബ് എന്ന് പറയുന്നൊരു കാറ്റഗറിയിലോട്ട് നിങ്ങൾ പോകാതിരിക്കുക. താങ്ക്സ്.